ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു SAP ലാബ് മലയാളം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് SAP കൺട്രോളിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു കൺട്രോളിംഗ്. SAP CO module is currently one of the best tools available for management accounting. The main purpose of SAP controlling module is planning. It enables you to determine variances by comparing actual data with planned data and thus enable you to control business flows in your organization. അപ്പം SAP CO മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ടൂളാണ്. ഓക്കെ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് SAPയിലെ CO എന്ന് പറയുന്ന മൊഡ്യൂൾ. ദ മെയിൻ പർപ്പസ് ഓഫ് SAP കൺട്രോളിംഗ് മൊഡ്യൂൾ ഈസ് പ്ലാനിങ്. അപ്പം മെയിൻ പർപ്പസ് എന്ന് പറയുമ്പം CO മൊഡ്യൂളിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുമ്പം പ്ലാനിങ് ആണ്. അപ്പം പ്ലാനിങ് വെച്ചിട്ട് നമുക്ക് ഒരു ആക്ച്വൽ ഡേറ്റയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുവഴി നമുക്ക് ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു വർഷത്തേക്ക് വേണ്ട ഒരു പ്ലാനിങ് ആയിരിക്കും നമ്മൾ ആദ്യമേ ബിസിനസ് ആ ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഒരു പ്ലാൻ ഫിക്സ് ചെയ്യും. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പ്ലാനിങ്ങും നമ്മൾ ആക്ച്വലായിട്ട് നടന്ന ആ ഒരു ആക്ച്വൽ ഡേറ്റയും വെച്ച് കമ്പയർ ചെയ്യും. അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഈ ഒരു വർഷം, അതായത് ഇനി 2021 ആണ് ഇപ്പോഴത്തെ ഈ ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഇതിനു വേണ്ടി ഒരു പ്ലാനിങ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ വർഷം ഇത്ര ലക്ഷം രൂപയുടെ കോസ്റ്റ് നമ്മുടെ കമ്പനിക്ക് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ഇയർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു പ്ലാൻ ചെയ്ത ഡേറ്റയും ആക്ച്വലായിട്ടുണ്ടായ ആ ഡേറ്റയും വെച്ച് കമ്പയർ ചെയ്യും. അപ്പോൾ അതിനൊരു വേരിയൻസ് ഉണ്ടായിരിക്കും. ആ വേരിയൻസ് നമ്മൾ പ്ലാൻ ചെയ്തതിന് ചിലപ്പോൾ അകത്ത് നിൽക്കാം, ചിലപ്പം പുറത്ത് പോകാം. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷൻസ് നമുക്ക് പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമുക്കത് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നല്ല രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്ലാനിങ് കുറച്ചും കൂടെ അടുത്ത വരുന്ന വർഷങ്ങളിൽ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റും. ഓക്കെ, the CO module is thus primarily oriented towards planning, managing and reporting cost or revenue and is mainly used in internal decision making, focusing on determination variance. It is facilitating coordination, monitoring and optimization of all processes in an organization. ഇപ്പോൾ CO മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, അത് മെയിനായിട്ട് അതിനകത്തിൽ വരുന്നത് പ്ലാനിങ്ങും കോസ്റ്റ് ഓർ റവന്യൂവിൻ്റെ പ്ലാനിങ്ങും അതിൻ്റെ മാനേജിങ് റിപ്പോർട്ടിങ്ങും ആണ്. അപ്പോൾ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻറ്റേർണൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ CO മൊഡ്യൂൾ യൂസ് ചെയ്യുന്നത് തന്നെ ഇൻറ്റേർണൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ കമ്പനിയിലെ അവിടുത്തെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് CO നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്റ്റേണൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയാണ്. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഡേറ്റ ആക്സസ് ചെയ്യാനായിട്ട് നമ്മുടെ ബിസിനസ്സിന് പുറത്തുള്ള ആൾക്കാരുണ്ട്. അതായത് ബാങ്ക്സ്, ഗവൺമെൻറ്റ്സ്, കസ്റ്റമേഴ്സ്, നമ്മുടെ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ CO എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനിക്ക് അകത്ത് നിൽക്കുന്ന യൂസേഴ്സിന് വേണ്ടി മാത്രമാണ് CO കൺട്രോളിങ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മുടെ ഇൻറ്റേർണൽ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, ദ കൺട്രോളിങ് മൊഡ്യൂൾ ഫോക്കസ് ഓൺ ഇൻറ്റേർണൽ യൂസേഴ്സ് and helps the management by providing reports on cost centers, profit centers, contribution margins and probability etc. അപ്പോൾ ഈ CO മൊഡ്യൂൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഇൻറ്റേർണൽ യൂസേഴ്സിനാണ്. അപ്പോൾ മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടി അവർക്ക് ഇൻഫർമേഷൻസ് കൊടുക്കാൻ ഇൻറ്റേർണൽ യൂസേഴ്സാണ് സഹായിക്കുന്നത്. അതായത് കോസ്റ്റ് സെൻറ്ററിൽ നിന്നും പ്രോഫിറ്റ് സെൻറ്ററിൽ നിന്നുമുള്ള റിപ്പോർട്ട്സ്, ഇൻഫർമേഷൻസ് എല്ലാം അവർക്ക് മാനേജ്മെൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ഡിസിഷൻ മേക്കിങ്ങിനും മറ്റ് പ്രവർത്തനത്തിനും യൂസ് ചെയ്യാൻ സഹായിക്കും. അതുവഴി ബിസിനസ്സിൽ നല്ല രീതിയിലുള്ള ഒരു റിപ്പോർട്ടിംഗ് സാധ്യമാവുന്നതായിരിക്കും. അതായത് ഇൻറ്റേർണൽ റിപ്പോർട്ടിംഗ് സാധ്യമാവുന്നതാണ്. The data flows regularly between financial accounting and controlling. All the cost information flows automatically from SAP FI to CO. The system assigns the cost and revenues to various CO objects: internal order, cost center, projects, etc. This requires relevant accounts of SAP FI and that are need to be maintained as cost elements or revenue elements in CO for easy and effective reconciliation between FI and CO. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ സൈഡിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന അതേ ഡേറ്റ തന്നെയാണ് CO സൈഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കൺട്രോളിംഗ് മൊഡ്യൂളിൽ നിന്നുകൊണ്ട് ആക്സസിബിൾ ആണ്. ഫിനാൻഷ്യൽ ഡേറ്റ കൺട്രോളിംഗ് മൊഡ്യൂളിൽ നിന്നുകൊണ്ട് ആക്സസിബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ കൺട്രോളിംഗ് സൈഡിൽ കുറേ കോസ്റ്റ് ഒബ്ജക്റ്റുകൾ വരുന്നുണ്ട്. ഇൻറ്റേർണൽ ഓർഡേഴ്സ്, കോസ്റ്റ് സെൻറ്റേഴ്സ്, പ്രോജക്ട്സ് എക്സെട്ര. അപ്പോൾ അങ്ങനെ കുറച്ച് കോസ്റ്റ് ഒബ്ജക്റ്റുകളുടെ സഹായത്തോടു കൂടിയാണ് നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ്
FI സൈഡിൽ നിന്ന് ആവശ്യമായിട്ടുണ്ട്. അതായത് നമ്മൾ FI സൈഡിലെ ലെഡ്ജേഴ്സൊക്കെ തന്നെയാണ് നമുക്ക് കൺട്രോളിങ്ങിലോട്ട് കൊണ്ടുവരുന്നത്. അതായത് കോസ്റ്റ് എലമെൻ്റായിട്ടും റവന്യൂ എലമെൻ്റായിട്ടും നമ്മൾ മാറ്റിയെടുക്കുന്നത് FI സൈഡിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് തന്നെയാണ്. എന്നാൽ മാത്രമേ അവിടെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഇൻറ്റഗ്രേഷൻ നടക്കത്തുള്ളൂ. ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു റീകൺസിലേഷൻ FI സൈഡും CO സൈഡിലും തമ്മിൽ നടക്കുകയുള്ളൂ. ഓക്കെ. ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺട്രോളിങ് ഈസ് ടു മാനേജ് കോസ്റ്റ് ആൻഡ് റവന്യൂ ഇൻ ദി ഓർഗനൈസേഷൻ. അപ്പം കൺട്രോളിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ കോസ്റ്റും റവന്യൂസും മാനേജ് ചെയ്യാനാണ്. ഓക്കെ. പ്ലാൻ ആൻഡ് കമ്പയർ ദ കോസ്റ്റ് ടു ആക്ച്വൽ ഡാറ്റ ആൻഡ് പ്രിപ്പയർ വേരിയൻസ് അനാലിസിസ്. അതായത് നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഡാറ്റ ആദ്യമേ അത് പ്ലാൻ ചെയ്യുന്നു, പിന്നെ അത് ആക്ച്വൽ ഡാറ്റയായിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു വേരിയൻസ് ഉണ്ടാവും. ഈ വേരിയൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ അനാലിസിസ് നടത്തുന്നത്. ഓക്കെ. കൺട്രോളിംഗ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഫോർ മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ് റെഫേഴ്സ് ടു മാനേജറിയൽ അക്കൗണ്ടിങ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഈ കൺട്രോളിംഗ് എന്ന മൊഡ്യൂൾ തന്നെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ മാനേജ്മെൻറ്റിന് വേണ്ടിയാണ്, അവരുടെ ഡിസിഷൻ മേക്കിംഗ് യൂസിന് വേണ്ടിയാണ്. ഓക്കെ. ആക്ച്വൽ ഡാറ്റ ഫ്ലോസ് ടു കൺട്രോളിംഗ് ഇൻ റിയൽ ടൈം ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഫിനാൻഷ്യൽ ഡാറ്റ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കൺട്രോളിങ്ങിലോട്ട് ഫ്ലോ ആവുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് SAP FIയും COയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ കൺട്രോളിംഗ് വിയസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. Controlling provides data for internal use, while FI provides data for external use. അപ്പോൾ കൺട്രോളിങ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമ്മുടെ കമ്പനിയുടെ ഇൻറ്റേർണൽ യൂസേഴ്സിന് വേണ്ടിയാണ്. ഇൻറ്റേർണൽ അവിടെ ഉണ്ടാകുന്ന എന്ത് റിപ്പോർട്ടിങ്ങും അത് ഇൻറ്റേർണൽ റിപ്പോർട്ടിംഗ് ആണ്, അത് ഇൻറ്റേർണൽ യൂസേഴ്സിന് വേണ്ടിയാണ്. ഓക്കെ. FI ഫിനാൻഷ്യൽ ഡാറ്റ FI സൈഡിൽ നിന്നുള്ള ഡാറ്റ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് അത് എക്സ്റ്റേണൽ യൂസിന് വേണ്ടിയാണ്. അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഗുഡ് വില്ലും നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്തൊക്കെ നോക്കി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്. ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടണം, അതുകൊണ്ട് ഗവൺമെൻറ്റിന് നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് വേണം. നമുക്കൊരു ഫ്യൂച്ചറിലൊരു എന്തെങ്കിലും ഫിനാൻഷ്യൽ ഹെൽപ്പ് ബാങ്കിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ബാങ്കിന് നമ്മുടെ ഫിനാൻഷ്യൽ ഡാറ്റ വേണം, നമ്മുടെ കസ്റ്റമേഴ്സ്. അങ്ങനെ ബിസിനസ്സിന് പുറത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ കൺട്രോളിങ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് ഇൻറ്റേർണൽ യൂസിന് വേണ്ടി മാത്രമാണ്. ഓക്കെ. Controlling not subjected to GAAP, whereas FI subjected to GAAP. GAAP എന്ന് ഉദ്ദേശിക്കുന്നത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ്. അക്കൗണ്ടിങ് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആണ് GAAP എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത് കൺട്രോളിങ് അത് ഫോളോ ചെയ്യുന്നില്ല, പക്ഷേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അത് ഫോളോ ചെയ്യുന്നുണ്ട്. കൺട്രോളിങ് എംഫസിസ് ഓൺ ഫ്യൂച്ചർ ആൻഡ് FI എംഫസിസ് ഓൺ പാസ്റ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ കൺട്രോളിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആണ് FIയെക്കാട്ടിൽ, FI വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ. കൺട്രോളിംഗ് ഫോക്കസ് ഓൺ പാർട്സ് വേറാസ് FI ഫോക്കസ് ഓൺ ബിസിനസ് ആസ് എ വോൾ. ഇപ്പോൾ കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ അവിടെ റിപ്പോർട്ട് എടുക്കുന്ന ഒരു ഏരിയ ബേസ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് ദി ഒരു ബിസിനസ്സിൻ്റെ ഒരു യൂണിറ്റിനെ ബേസ് ചെയ്തായിരിക്കും, ഒരു പാർട്സ് ആയിരിക്കും. അത്ര ഒരു ഏരിയ, ഒരു പാർട്ടിഷൻ ചെയ്ത ഒരു ഏരിയ ബേസ് ചെയ്തായിരിക്കും അതിൻ്റെ എന്ത് റിപ്പോർട്ടിംഗ് എടുക്കുന്നത്, കോസ്റ്റ് അനാലിസിസ് അല്ലെങ്കിൽ കോസ്റ്റ് റിപ്പോർട്ടിംഗ് എടുക്കുന്നത് ഒരു പാർട്സിനെ ബേസ് ചെയ്തായിരിക്കും. പക്ഷേ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു ബിസിനസ്സിൻ്റെ മൊത്തത്തിലുള്ള ഒരു റിപ്പോർട്ടിംഗ് ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ കൺട്രോളിംഗ് എന്ന് പറയുമ്പം ഒരു പർട്ടിക്കുലർ പോർഷനിൽ ബേസ് ചെയ്ത് നിന്നുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും. ഇപ്പോൾ കോസ്റ്റ് സെൻറ്റർ അല്ലെങ്കിൽ പ്രോഫിറ്റ് സെൻറ്റർ, ഇൻറ്റേർണൽ ഓർഡർ, അങ്ങനെ നമുക്കൊരു പർട്ടിക്കുലർ ഒരു പാർട്സിൽ മാത്രമായിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് നമുക്ക് സാധ്യമാവുന്നതാണ്. അടുത്തതിന് കൺട്രോളിങ്ങിൻ്റെ സബ് മൊഡ്യൂൾസ് ആണ്. ഓക്കെ. അപ്പോൾ കൺട്രോളിങ്ങിൻ്റെ സബ് മൊഡ്യൂൾസ് എന്ന് പറയുമ്പം ഫസ്റ്റ് കോസ്റ്റ് എലമെൻറ്റ് അക്കൗണ്ടിങ്, രണ്ടാമത്തെ കോസ്റ്റ് സെൻറ്റർ അക്കൗണ്ടിങ്, 3 പ്രോഫിറ്റ് സെൻറ്റർ അക്കൗണ്ടിങ്, 4 ഇൻറ്റേർണൽ ഓർഡേഴ്സ്, 5 പ്രോഡക്റ്റ് കോസ്റ്റിംഗ്, 6 പ്രോഫിറ്റബിലിറ്റി അനാലിസിസ്. ഓക്കെ. ഇത്രയും 6 മൊഡ്യൂൾസാണ് മെയിനായിട്ട് കൺട്രോളിങ്ങിനുള്ളത്. കൺട്രോളിങ്ങിൻ്റെ സബ് മൊഡ്യൂൾസാണ്. അപ്പോൾ ഓരോ മൊഡ്യൂൾസിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻസിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, SAP പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ. താങ്ക് യു.